ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. മത്സരത്തിന്റെ തുടക്കത്തിലൊക്കെ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സ് നടത്തി. പക്ഷെ അവസാനത്തിൽ നിരാശപ്പെടുത്തി. അതിന്റെ ഒരു ഫലമായിക്കൊണ്ടാണ് ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു പോയിന്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത്. പക്ഷെ ഈ മത്സരത്തിൽ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തിയ ഒരു താരമുണ്ട്. അത് മറ്റാരുമല്ല, NDI ഫാളുവാണ്. അതായത് ഡിഫൻസിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഫാളു. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് നേടിയ ഗോളിന് കാരണക്കാരനായത് NDI ഫാളുവാണ്. അദ്ദേഹത്തിന്റെ ഒരു ബൈസിക്കിൾ കിക്കിന്റെ ഫലമായിക്കൊണ്ടാണ് ആ സെൽഫ് ഗോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വഴങ്ങേണ്ടി വന്നത്. അതിന് തൊട്ടു മുന്നേ അദ്ദേഹത്തിന്റെ ഒരു കിഡിലൻ ഹെഡർ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഫലമായിക്കൊണ്ടാണ് ആ ഗോൾ പിറന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഡിഫൻസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ എത്ര ബ്ലോക്കുകളും ക്ലിയറൻസുകളുമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ കുന്തമുന NDI ഫാളുവാണ്. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു പറ്റം ഗോളുകൾ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുമായിരുന്നു. മികച്ച രൂപത്തിലാണ് അദ്ദേഹം ഇന്ന് കളിച്ചിട്ടുള്ളത്. ഡിഫൻസിലും അദ്ദേഹത്തെ കണ്ടു, അറ്റാക്കിങ്ങിലും അദ്ദേഹത്തെ കണ്ടു. കുമ്പിടി എന്ന് പറയുന്ന രൂപത്തിലാണ് അദ്ദേഹം ഇന്ന് കളിച്ചിട്ടുള്ളത്. അത്രയേറെ നല്ല രൂപത്തിലാണ് ഫാളു, അത്രയധികം കമ്മിറ്റ്മെന്റോട് കൂടിയാണ് ഫാളു കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ ഒരു കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 20 ഡിഫൻസീവ് കോൺട്രിബ്യൂഷനുകളാണ് അദ്ദേഹം ആകെ നടത്തിയിട്ടുള്ളത്. 2 ടാക്കിളുകൾ നടത്തി. ആ 2 ടാക്കിളുകളും വോൺ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 17 ക്ലിയറൻസുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്തു, ഒരു റിക്കവറി ഉണ്ടായിരുന്നു. 4 ഗ്രൗണ്ട് ഡുവലുകളിൽ 2 വിജയിച്ചു. അതുപോലെ തന്നെ ഏരിയൽ ഡുവലുകളിൽ അദ്ദേഹം 4 3 വിജയിച്ചു എന്നുള്ളതാണ്. എതിരാളികൾക്ക് ഒരൊറ്റ തവണ മാത്രമാണ് അദ്ദേഹത്തെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് മറികടക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നല്ല രൂപത്തിലുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സോഫാ സ്കോറിന്റെ ഒരു കണക്കാണ് ഇത്. ഏതായാലും NDI ഫാളു ഒരു വലിയ പ്രതീക്ഷയാണ്. അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് കൈവിടരുത് എന്ന പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ ആരാധകർക്കുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.